അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖബറാളികളോട് ഇസ്തിഗാസ ചെയ്യൽ, സഹായം തേടൽ അനുവദനീയമല്ലെന്ന് അൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാ വൻ നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഹഖീഖത്തു സുന്നത്തി വൽ ബിദ്അ എന്നും ഈ കിതാബ് അറിയപ്പെടുന്നുണ്ട്. അൽ അംറു ബിൽ ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക കൊണ്ടുള്ള കൽപ്പനയും, വൻ നഹ്യു അനിൽ ഇബ്തിദാ, ദീനിൽ പുതുതായിട്ട് ബിദ്അത്തുകൾ കൊണ്ടുവരൽ, അത് സംബന്ധിച്ച നിരോധനം ആണ് അതിൻ്റെ ആശയം. അപ്പോൾ നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ മരിച്ചുപോയ നബിമാരുടെയും ഔലിയാക്കളുടെയും ഒക്കെ ഹക്ക് കൊണ്ട് തേടുന്നത് പോലും അബൂ ഹനീഫ റഹിമഹുല്ല അവർകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം അത് പാടില്ല എന്ന നിലപാടുകാരനായിരുന്നു എന്ന് നിരവധി കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി അംബിയാഇക വറുസുലിക, അല്ലാഹുവേ നിന്റെ അംബിയാ മുർസലുകളുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും അള്ളാഹുവിനോടാണെങ്കിൽ പോലും അംബിയാ മുർസലുകളുടെ ഹക്ക് കൊണ്ട് തേടൽ പോലും അനുവദനീയമല്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ അത് ഷിർക്കല്ല. അത്തരമൊരു തേട്ടം ആരോടാണോ തേടുന്നത്, ആരെ കൊണ്ടാണോ തേടുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാള് നബിയെ കൊണ്ട് അല്ലെങ്കിൽ ഒരാൾ ഷേഖിനെ കൊണ്ട് തേടുന്നുവെങ്കിൽ ആ ഷേഖ് നബി അല്ലെങ്കിൽ ഷേഖ് അത് ഉടനെ കേൾക്കുകയും അയാൾക്ക് ഇടപെട്ട് ഉത്തരം നൽകുകയും ചെയ്യും എന്ന വിശ്വാസത്തിലാണെങ്കിൽ അത് ഷിർക്ക് പോലും ആകാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ തവസ്സുൽ മാത്രമാകുമ്പോൾ അത് ഷിർക്ക് അതിൽ വരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നല്ല, വ്യാപകമായിട്ട് ആഗോള തലത്തിൽ തന്നെ മരിച്ചുപോയ നബിമാരോടും ഔലിയാക്കളോടും ഔലിയാക്കളിൽ നിന്ന് പറയപ്പെടുന്നവരോടുമൊക്കെ ഹിദായത്ത് ഉൾപ്പെടെയുള്ള തേട്ടം നടത്തുക, നരകമോചനം വരെ ഷേഖിനോട് തേടുക. കുത്തുബിയത്തില് നരകമോചനവും ഹിദായത്തു തൗഫീഖും മുഹീദ്ദീൻ ഷേഖിനോട് തേടുന്ന വരികളുണ്ട്. അതേപോലെ നിരവധി ഷിർക്കൻ വരികൾ കുത്തുബിയത്തിലൊക്കെ കാണാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഖുബൂരി ഇസ്തിആസ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുൻകാലക്കാരോ പിൽക്കാലക്കാരോ ആയ ഒരു പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടില്ല. ചില ഇസ്തിഷ്ഫാ അല്ലെങ്കിൽ തവസ്സുല്, മുസ്തഷ്ഫി അംബികയിലാ റബ്ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങേ ശുഭാർശകനായി കണ്ടുകൊണ്ട് അങ്ങേ ശുപാർശകനാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ റബ്ബിങ്കിലേക്ക് തേടുന്നു, ഇതുപോലുള്ള ചില ഇസ്തിഷ്ഫാന്റെ വചനങ്ങൾ പിൽക്കാല പണ്ഡിതന്മാർ ചിലർ അംഗീകരിച്ചതായിട്ട് കാണാം. അതിന് പോലും വ്യക്തമായ തെളിവ് യഥാർത്ഥത്തിൽ സ്വഹീഹായ തെളിവ് യഥാർത്ഥത്തിൽ ഇല്ല. അപ്പൊ അത് അത്തരത്തിൽ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനായിട്ടാണ് സുയൂത്തി റഹിമഹുല്ലാ അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് പോലും പിന്നീട് മാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാ വൻ നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കിതാബാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. യൂസുഫ് നബ്ഹാനി എന്ന ഒരു ഷേഖ്, സൂഫി ഷേഖ്, അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ ഇത് സുയൂത്തിയുടെ കിതാബാണ് എന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അദ്ദേഹം ദലീലു തിജാർ ഇലാ അഖ്ലാഖിൽ അഖ്യാർ എന്ന കിതാബിൽ യൂസുഫ് നബ്ഹാനി എന്ന സൂഫി ഷേഖ് പറയാണ്, ഖാല അൽ ഹാഫിദ് അസ്സുയൂത്തി ഫി ആഖിരി കിതാബിഹി അൽ അംർ ബിൽ ഇത്തിബാ വൻ നഹി അനിൽ ഇബ്തിദാ വമിൻഹു നഖൽതുഹ എന്ന് പറഞ്ഞൊരു ഉദ്ധരണി കൊടുത്തിരിക്കുന്നുണ്ട്. അൽ ഹാഫിദ് അസ്സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ അംർ ബിൽ ഇത്തിബാ വൻ നഹി അനിൽ ഇബ്തിദാ എന്ന കിതാബിന്റെ അവസാനത്തിൽ പറയുന്നു, അതിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കൊട്ടേഷൻ, ഒരു നഖല് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് അദ്ദേഹം ഇത് സുയൂത്തി റഹിമഹുല്ലാ അവരുടെ കിതാബാണ് എന്ന് മനസ്സിലാക്കിയതായിട്ട് നമുക്ക് വ്യക്തമാണ്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ കിതാബല്ല, സുയൂത്തിയുടെ കിതാബല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇസ്തിഷ്ഫാ പോലും
ആ നിലപാട് പോലും ബിദ്അത്തായ തവസ്സുലൊക്കെ അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നിരാകരിച്ചിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല അൽ അംറു ബിൽ ഇത്തിബാ വൻ നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബിൽ പറയുന്നു, ഫഅമ്മാ ഇൻ ഖസദൽ ഇൻസാനു അസ്വലാത ഇൻദഹാ. ഖബറുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നിടത്ത് പറയാണ്, മനുഷ്യൻ ഒരു വ്യക്തി ഖബറിന്റെ അടുത്ത് വെച്ചിട്ട്, അതിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് നിസ്കാരം ഉദ്ദേശിച്ചാൽ, അതായത് നിസ്കരിക്കുന്ന അള്ളാഹു തന്നെയാണ്, പക്ഷെ ഖബറിന്റെ അടുത്ത് നിസ്കരിക്കുക, അതിലൊരു പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ സ്വന്തത്തിന് വേണ്ടി അവന്റെ ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഫി മുഹിമ്മാത്തിഹി അവന്റെ പ്രധാന വിഷയങ്ങളിൽ, വഹവായിജിഹി അവന്റെ ആവശ്യങ്ങളിൽ, മുത്തബർരിക്കൻ ബിഹ ആ ഖബറിനെ, അതായത് ആ ഖബറാളിയെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, റാജിയൻ ലിൽ ഇജാബത്തി ഇൻദഹ ആ ഖബറിന്റെ അടുത്ത് ഇജാബത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, ആശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? ഫഹാദ ഐനുൽ മുഹാദ്ദത്തി ലില്ലാഹി വറസൂലിഹി, ഇത് അള്ളാഹുവിനും റസൂലിനും നേരെ എതിരാണ് ഈ ഒരു രീതി. അതായത് ഖബറിനെ ഉദ്ദേശിച്ചുകൊണ്ട്, മഹാന്മാരുടെ ഖബറിങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഖബറിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ വരെ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതായിട്ടൊക്കെ കാണാം. ഖബർ ഇബാദത്തിന്റെ ഒരു കേന്ദ്രം അല്ല, അങ്ങനെ ആക്കാനും പാടില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, ഖബർ കുമ്മായിടാൻ പാടില്ല, ഇതൊന്നും പാടില്ലാത്തതാണ്. അപ്പൊ ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത, പ്രത്യേകിച്ച് തന്റെ കാര്യം ഒരു മഹാന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അള്ളാഹുവിനോട് പറയുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ഇജാബത്ത് ഉണ്ട് എന്ന് വിശ്വാസം. അത് അള്ളാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിക്കലാണ്, നേരെ എതിര് പ്രവർത്തിക്കലാണ് എന്നതാണ് സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ അള്ളാഹുവിനോട് തന്നെയാണ് തേടുന്നത്, അവിടെ അത് ഹറാമേ ആകുന്നുള്ളൂ, നേർക്ക് നേരെ അത് ഷിർക്കാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നിരുന്നാൽ പോലും അത് പാടില്ല. മാത്രമല്ല സുയൂത്തി റഹിമഹുല്ലാഹ് തുടർന്ന് പറയാണ്, വൽ മുഖാലഫത്തു ലിദീനിഹി വശറഇഹി അള്ളാഹുവിന്റെ ദീനിനും അവന്റെ ശരീഅത്തിനും എതിരാണത്. വഇബ്തിദാഉ ദീനിൻ ലം യഅ്ദൻ ബിഹി അല്ലാഹു വലാ റസൂലുഹു വലാ അഇമ്മത്തുൽ മുസ്ലിമീന മുത്തബിഈന ആസാറഹു വസുനനഹു. വഇബ്തിദാഉ ദീൻ, ഇത് പുതുതായിട്ട് ദീൻ കൊണ്ടുവരല. ലം യഅ്ദൻ ബിഹി അല്ലാഹു അള്ളാഹു അനുമതി നൽകാത്ത, വലാ റസൂലുഹു അവന്റെ റസൂലും, വലാ അഇമ്മത്തുൽ മുസ്ലിമീന മുസ്ലിങ്ങൾ ഇമാമുകളും അയിമ്മത്തും, അൽ മുത്തബിഈന ആസാറഹു വസുനനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസാറുകളും ചര്യകളും പിൻപറ്റുന്ന മുസ്ലിം ഇമാമുമാർ അയിമ്മത്ത്, അവരൊന്നും അനുമതി നൽകാത്ത കാര്യം ദീനിൽ കൊണ്ടുവരാ, അല്ലെങ്കിൽ അങ്ങനെ ദീൻ പടച്ചുണ്ടാക്കുകയാണ്. ഇന്ന ഖസ്ദൽ ഖുബൂരി ലിദ്ദുആഇ റജാഅൽ ഇജാബത്തി ഫമൻഹിയുൻ അൻഹു, കാരണം ഖബറിന്റെ അടുത്ത് ഇജാബത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ, അതായത് ഖബറിന്റെ അടുത്ത്, മഹാന്റെ ഖബറിന്റെ അടുത്താവുമ്പോൾ അങ്ങനെ ദുആർന്നാൽ അവിടെ വെച്ച് അള്ളാഹുവിനോട് എന്റെ കാര്യം പറഞ്ഞാൽ, ഖബറാളിക്ക് വേണ്ടി തേടുന്ന കാര്യമല്ല, ഈ ഖബർ സിയാറത്ത് നടത്തുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ഖബറിങ്ങൾ മഹാന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് തേടിയാൽ ഇജാബത്തിന് സാധ്യത കൂടുതലുണ്ട് എന്നൊരു വിശ്വാസം, അത് അങ്ങനെ ഖബറിനെ ഉദ്ദേശിക്കൽ തന്നെ ഫമൻഹിയുൻ അൻഹു അത് നിരോധിക്കപ്പെട്ടതാണ്. വഹുവ ഇല തഹരീമി അഖ്റബു അത് ഹറാമാകുന്നതിലേക്കാണ് കൂടുതൽ അടുത്തത്. സ്വഹാബത്തു റളിയല്ലാഹു അൻഹും സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും വഖദ് അജ്ദബു മർവാത്തിൻ അവർ നിരവധി തവണ അവർക്ക് വരൾച്ച അനുഭവപ്പെട്ടു. വദഹമതുഹും നവായിബുൻ ബഅദ മൗതിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവർക്ക് വിപൽഘട്ടങ്ങൾ നിരവധി നേരിട്ടു, അനുഭവിച്ചു അവർ. ഫഹല്ല ജാഊ എന്നിട്ട് അവർ എന്തുകൊണ്ട് വന്നില്ല? ഫസ്തസ്ഖൂ അവർ എന്തുകൊണ്ട് മഴയെ തേടിയില്ല? വസ്തഗാഫു അവർ സഹായം അഭ്യർത്ഥിച്ചില്ല. ഇൻദ ഖബറിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് അവർ സഹായം തേടിയില്ല, മഴയെ തേടിയില്ല. എന്തുകൊണ്ട്? ചിന്തിക്കുക. വഹുവ അക്റമുൽ ഖൽഖി അലല്ലാഹി അസ്സ വജൽ ആ നബി ആകട്ടെ അല്ലാഹു അസ്സ വജലിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമരാണല്ലോ. ബൽ എന്നാൽ എന്താണ് ചെയ്തത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു?
خرج فيهم سيدنا عمر بن الخطاب رضي الله عنه بالعباس عم النبي صلى الله عليه وسلم إلى المصلى فاستسقى به. സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെയും കൊണ്ട് പുറപ്പെട്ടു. അബ്ബാസ് എന്നവരെ മുൻനിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് എന്നവരെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നവരെ മുൻനിർത്തി മുസല്ലയിലേക്ക് മൈതാനത്തേക്ക് പോകാൻ ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്തിസ്ഖാ നിർവഹിച്ചു. മഴയത്തേടുന്ന നിസ്കാരം, മഴയത്തേടുന്ന പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുകയാണ് ചെയ്തത്. വലം യസ്തസ്ഖൂ ഇൻദ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് അവർ മഴയെ തേടിയില്ല. ഫഖ്തദി അയ്യുഹൽ മുസ്ലിം. അതിനാൽ അല്ലയോ മുസ്ലിമേ, നീ പിന്തുടരുക. ഇൻ കുന്ത അബ്ദുല്ലാഹി, നീ അല്ലാഹുവിന്റെ ദാസനാണെങ്കിൽ ബിസലഫിക സ്വാലിഹ്, നിന്റെ സ്വാലിഹീങ്ങളായ സലഫുകളെ, മുൻഗാമികളെ, സലഫു സ്വാലിഹീങ്ങളെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ, താബിഉകൾ, അവരെ ഇഹ്സാനിൽ പിന്തുടർന്ന താബിഉകൾ, തബഉ താബിഉകൾ, ഇവരെ ഉത്തമ നൂറ്റാണ്ടുകാരായ ആളുകളെ, സലഫുകളെ പിൻപറ്റുക, സലഫു സ്വാലിഹീങ്ങളെ പിൻപറ്റുക എന്നത്. വതഹഖഖ് അത്തൗഹീദ് അൽ ഖാലിസ, തനിച്ച ശുദ്ധമായ പ്യുവറായ തൗഹീദ് നീ കൺഫേം ചെയ്യുക, യാഥാർത്ഥ്യവൽക്കരിക്കുക, അതിനെ ഉറപ്പിക്കുക. ഫലാ തഅബുദ് ഇല്ലല്ലാഹ്, അതിനാൽ നീ അല്ലാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. വലാ തുശ്രിക് ബിറബ്ബിക അഹദ, നിന്റെ റബ്ബിൽ നീ ആരെയും പങ്കു ചേർക്കരുത്, ശിർക്ക് വെക്കരുത്. കമാ അമറ അല്ലാഹു തആല ബിഖൗലിഹി, അല്ലാഹു അവന്റെ വചനം കൊണ്ട് കൽപ്പിച്ചതുപോലെ ഫഇയ്യായ ഫഅ്ബുദൂൻ, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുവീൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്താണ്? ദുആ ഹുൽ ഇബാദ, ദുആ ഇബാദത്താണ്, പ്രാർത്ഥന. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജു, ആരൊരുത്തൻ കൊതിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ, ആശിക്കുന്നുവോ, ലിഖാഅ റബ്ബിഹി, അവന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന്, ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ആരെയും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ. ഫലാ തഅബുദ് ഇല്ലാ ഇയ്യാഹ്, അതിനാൽ അല്ലാഹുവോടല്ലാതെ, അവനല്ലാതെ ഇബാദത്ത് നീ ചെയ്യരുത്. വലാ തദ്ഉ ഇല്ലാ ഹുവ, അവനോടല്ലാതെ നീ ദുആ ചെയ്യരുത്. വലാ തസ്തഇൻ ഇല്ലാ ബിഹി, അവനോടല്ലാതെ നീ ഇസ്തിആനത്ത്, സഹായത്തേട്ടം നടത്തരുത്. ഫഇന്നഹു ലാ മാനിഅ വലാ മുഅ്തിയ വലാ മുദാറ വലാ നാഫിഅ ഇല്ലാ ഹുവ സുബ്ഹാനഹു വതആല, കാരണം അവനല്ലാതെ തടയുന്നവനില്ല, മാനിഅ മുഅ്തി നൽകുന്നവനില്ല, മുദാർ ഉപദ്രവം ചെയ്യുന്നവനില്ല, നാഫിഅ ഉപകാരം ചെയ്യുന്നവനില്ല, ഇല്ലാ ഹുവ അവനല്ലാതെ, സുബ്ഹാനഹു വതആല അവൻ അത്യുന്നതനാണ്, പരിശുദ്ധനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അലൈഹി തവക്കൽതു, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഇലൈഹി ഉനീബ്, അവനിലേക്ക് ഞാൻ മടങ്ങുന്നു, അവനിലേക്കാണ് എൻ്റെ മടക്കം. അപ്പോൾ മനുഷ്യർ തമ്മിൽ പരസ്പരം സാധ്യമാകാവുന്ന വിഷയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹായം തേടുക എന്നതല്ലാതെ മരിച്ച ശേഷം ഒരു സഹായം തേട്ടമില്ല, അത് അനുവദനീയം അല്ല. ഖബറാളികളോട് നമ്മുടെ ആവശ്യങ്ങൾ, മഹാന്മാരാണെങ്കിലും അല്ലെങ്കിലും, ഒന്നും തേടൽ അത് കുഫ്റാണ്, ഷിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.